ഹായ് അസ്സാം വലൈക്കും. എന്താക്കുന്നു? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ജാനാ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി വീഡിയോ ഇടാത്ത. ഇത് നോമ്പ് 9-ൻ്റെ അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് വെച്ചത് ഇടാന്ന് വിചാരിച്ചിട്ട് ഈടത്തോളം ഇടാനായിട്ടാണ് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നുള്ളത്. എഡിറ്റ് ആക്കാനും ഒന്നിനും സമയം കിട്ടുന്നില്ല നോമ്പായത് കൊണ്ട്. നിങ്ങൾക്കെല്ലാം നോമ്പെല്ലാം എങ്ങനെ ചൂടെല്ലാം ഉണ്ടാ? എല്ലാം കമൻ്റ് ആക്കുക വാ. ഇടത്തോളം നോമ്പ് റാഹത്തായിട്ട് പോകുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ട. ഇനി ഇങ്ങനെ പോകാൻ എല്ലാവരും ദ്വാരക്ക്. പിന്നെ ഞാനിത് നോമ്പിന് സമൂസ ചൂടാൻ വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കിയിട്ട് വെക്കുന്നത്. ഞാൻ മസാല 1 മുതലില്ലേ 8 വരെയുള്ള നോമ്പിന് ഞാൻ ഫസ്റ്റ് തന്നെ മസാല ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് വെച്ചിട്ട് സമൂസ ചുട്ടെടുത്തിനത്. ഇത് 9ാമത്തെ നോമ്പിൻ്റെ അന്ന് ഞാൻ ആദ്യയിലെ സമൂസക്ക് ഉള്ള മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനെങ്ങനെ മസാല ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളല്ലെങ്കിൽ എന്നെ മസാല ആക്കിയിട്ട് ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ വെക്കലുണ്ട. പിന്നെ നിങ്ങൾ അപ്പോഴേക്കപ്പം എന്നെ മസാല ആക്കുന്ന എല്ലാം കമൻ്റ് ആക്കവ. ഞാൻ ഒരാഴ്ചക്കെല്ലാം ഇങ്ങനെ മസാല ആക്കിയിട്ട് വെക്കുന്നത്. പിന്നെ നമ്മളവിടെ പുരക്ക് നോമ്പറക്കാനെല്ലാം ആൾ വന്നെങ്കിലേ ഇത് ഒരാഴ്ചക്കൊന്നും തേയല. അപ്പോൾ പിന്നെയും നമുക്ക് ഒരു 5 ദിവസത്തിനൊരുക്കെല്ലാം ആക്കേണ്ടി വരും. ഇത് ഞാൻ ഒരാഴ്ചക്കുള്ള മസാല ഉണ്ടാക്കിയിട്ട് വെച്ചത്. അപ്പോൾ ഞാനത് ഉണ്ടാക്കുന്നത് എങ്ങനെ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് പിന്നെ ഇല്ലേ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കണ്ടുറാവാ. കുറേ ദിവസമായി വീഡിയോ ഇല്ലാതെ. കുറേ ആൾ ചോദിക്കുന്നത് എന്താ വീഡിയോ ഇല്ലാതെ നിർത്തിനാന്നല്ല ചോദിക്കുന്നത്. നോമ്പായതിനെ കൊണ്ടില്ലേ ഇത് നമുക്ക് ബുദ്ധിമുട്ടാണ് നോമ്പ് നോറ്റിട്ട് വോയിസ് ഓവർ കൊടുക്കാനല്ലോ, അതുകൊണ്ട് ഇടാത്തതവാ. അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് പട്ടാണി വേണമല്ലോ, ക്രീം പീസില്ലേ. അപ്പോൾ ഞാൻ പട്ടാണി എന്താക്കിയെന്നറിയോ, രാത്രി തന്നെ പോത്തിയിട്ട് വെച്ചിന്. അപ്പോൾ നമ്മൾ രാവിലെ ഉണ്ടാക്കുന്നെങ്കിൽ രാത്രി തന്നെ പോത്തിയിട്ട് വെക്കണം. ഓരോന്ന് പോത്തിയത് തന്നെ കിട്ടുന്നെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ഇത് ഒരു ദിവസം മുന്നേ തന്നെ പോത്തിയിട്ട് വെച്ചിനത്, രാത്രി പോത്തിയിട്ട് രാവിലെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ പട്ടാണിയൊന്നും ഇഷ്ടമില്ലെങ്കിൽ ഇടണമല്ല. ഞാൻ എല്ലാ പച്ചക്കറിയും ഇതിൽക്ക് ചേർക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പിള്ളേരെല്ലാം പച്ചക്കറി വെറുതെ കൂട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഈ സമൂസക്ക് ഇട്ടിട്ട് കൊടുത്തെങ്കില്ല നല്ലതല്ലേ, വേറെ ബാറ്റേക്കും പോവും, നമുക്കും നല്ലത് ഹെൽത്തി അല്ലേ ഈ പച്ചക്കറീൻ്റെ സമൂസ. ഈ ചിക്കൻ തന്നെ നമ്മൾ ബീഫ് ചിക്കൻ എല്ലാം സമൂസ ആക്കുന്ന നാട്ടില്ലേ എല്ലാ പച്ചക്കറിയും ഇട്ടിട്ട് സമൂസ ഉണ്ടാക്കിയിട്ട് നോക്കണോ. നല്ല ടേസ്റ്റും ഉണ്ട്, നമ്മളെ ശരീരത്തിനും നല്ലത്, നോമ്പിനെല്ലാം നല്ലത് വെക്കുമല്ല. ഈ ചിക്കനും ബീഫ് തന്നെ ആയിട്ടാകുമ്പോൾ നമ്മളെല്ലാം കറി വെക്കുന്നത് ബീഫും ചിക്കൻ തന്നെ അല്ലേ. അപ്പോൾ പിള്ളേർക്കെല്ലാം നല്ലതല്ലേ ഈ സമൂസ കിട്ടിയിട്ട് കൊടുത്തെങ്കിൽ ഓർക്ക് എന്താ അറിയാനില്ല, നല്ല പാങ്ങല കഴിക്കുന്നവർ. ഞങ്ങളിവിടെ എല്ലാവർക്കും ഇഷ്ടം ചൂട്. അത് നമ്മൾ എന്താക്കണം അറിയാം, ചൂട് സമൂസ കഴിക്കണം. കുറച്ച് തണിഞ്ഞിട്ടാകുമ്പോൾ അത് നളുത്ത പോലാന്ന്. നമ്മൾ ഇപ്പോൾ ബാങ്ക് 6:30 മണി 6:40 എന്നല്ലേ ബാങ്ക് കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എന്താക്കണം 6:15 ചുട്ടിട്ട് വെക്കണം. അപ്പോൾ നല്ല ചൂട് കഴിക്കാൻ നല്ലതാണ് ഈ സമൂസ. അപ്പോൾ ഞാൻ ഈ സമൂസ ആക്കുന്നത് കാണിക്കുന്നില്ല, പിന്നെ മസാല ഉണ്ടാക്കുന്നത് മാത്രം കാണിക്കുന്നുള്ളത്. അതിന് ഞാൻ ക്യാരറ്റ് പിന്നെ ബട്ടട്ട കുറേ പച്ചക്കറി എല്ലാം മുറിച്ചിട്ടെടുത്തിന് എടുക്കുന്നുള്ളത്. പിന്നെ ഞാൻ ക്യാരറ്റും ബട്ടട്ടയും ഉള്ളി കാബേജ് ഇതെല്ലാം ഈ മിഷനിൽ ഞാൻ ഇട്ടിട്ട് തിരിക്കുന്നുള്ളത്. ഇതുണ്ട് നമുക്ക് നല്ല കൊണാണ് ഈ മിഷനിൽ. നമുക്കിങ്ങനെ ഇട്ടിട്ടില്ല, പൊടിയായിട്ട് അരിഞ്ഞിട്ട് കിട്ടുന്നത്. നല്ല പൊടിയായിട്ട് അരിയണം ഈ പച്ചക്കറി. നമുക്ക് മസാല ആക്കുമ്പോൾ ഇല്ലേ പച്ചക്കറി എല്ലാം നല്ല പൊടിയായിട്ട് അരിയണം. അപ്പോൾ നമുക്ക് ബന്ധിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ക്യാരറ്റെല്ലാം ഞാൻ കട്ടാക്കിയിട്ടെടുത്ത്, പിന്നെ വെജിറ്റബിളെല്ലാം കട്ടാക്കിയിട്ടെടുത്ത്, ബീൻസും പിന്നെ മുളക് ഉണ്ടായി, വലിയ മുളില്ല കാച്ചുന്ന മുളക്, അതും പിന്നെ ക്യാപ്സിക്കം ഇതെല്ലാം ഞാൻ കത്തിയിൽ മുറിച്ചിട്ടെടുത്തിനത്. അപ്പം നമുക്ക് അത് ശരിയാകുന്നില്ല ഈലിട്ടിട്ടാകുമ്പോൾ. അങ്ങനെ ഞാൻ ഈ കത്തിയിലെല്ലാം മുറിച്ചിട്ടെടുത്തത്.
ഇപ്പോൾ ഞാനെല്ലാം മുറിച്ചിട്ടെടുത്ത് ബീൻസ്, കാബേജ്, ക്യാരറ്റ്, ഉള്ളി, മുള്, ക്യാപ്സിക്കം, പിന്നെ മല്ലിച്ചപ്പ്, ഗ്രീൻ പീസ്, പിന്നെ ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക് ഇതെല്ലാം പേസ്റ്റാക്കിയിട്ടെടുത്തത്. ഈ പട്ടാണി വേവിച്ചിട്ടെടുത്തത്. ഇതെല്ലാം ഞാൻ കട്ടാക്കിയിട്ടും പേസ്റ്റാക്കിയിട്ടും വേവിച്ചിട്ടും എല്ലാം എടുത്തിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിന്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി വെച്ച് ആ ചട്ടിയിലേക്കില്ലേ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കൊടുക്കണം. തേങ്ങ എണ്ണ ഒഴിച്ച് കൊടുക്കാൻ കഴിയില്ല. അത് കുറച്ച് ദിവസം നമ്മൾ വെക്കുന്നല്ലേ, അതിനെ കൊണ്ട് സൺഫ്ലവർ തന്നെ ഒഴിച്ചിട്ട് കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഞാൻ ഫസ്റ്റില്ലേ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം പേസ്റ്റാക്കിയിട്ടില്ലേ അത് ഇട്ടിട്ട് കൊടുത്തിന്. അതിൽ വീഡിയോ മിസ്സായിട്ട് പോയിനെന്ന് തോന്നുന്നു, ഇതിൽ കാണുന്നേ ഇല്ല. അത് ഇട്ടിട്ടായിട്ട് ഉള്ളി ഇട്ടിട്ട് കൊടുത്ത്, ഉള്ളി എല്ലാം വാടിയിട്ട് വന്നിട്ടാകുമ്പോൾ ഗ്രീൻ പീസ് ഇട്ടിട്ട് കൊടുത്ത്, നമ്മളെ പട്ടാണിയില്ലേ അത് ഇട്ടിട്ട് കൊടുത്ത്, അത് ഇട്ടിട്ട് കൊടുത്തിട്ടായിട്ടില്ലേ കുറച്ച് ഉപ്പിട്ടിട്ട് കൊടുത്തിന്. നമുക്ക് ഒരിക്കലില്ലേ ഉപ്പ് ഇടുന്നതിനില്ലേ കുറച്ചായിട്ട് ഉപ്പിട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് കണക്കറിയുന്നേ. ഞാൻ ഫസ്റ്റ് ഉള്ളി ഇട്ട് എന്നിട്ട് ഗ്രീൻ പീസ് ഇട്ട്, ഗ്രീൻ പീസിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത്, അതിൽ ക്യാരറ്റ് ഇട്ട് ആ ക്യാരറ്റിലേക്കും കുറച്ച് ഉപ്പിട്ടിട്ട് കൊടുത്ത്, എന്നിട്ടായിട്ട് അതിൽ ബീൻസ് ഇട്ട് കൊടുത്ത്, ബീൻസിലേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുത്ത്, കുറച്ച് ഉപ്പിട്ടിട്ട് കൊടുക്കണം. അത് നമുക്ക് കണക്കറിയുന്നല്ലേ, അത്ര ഇട്ടിട്ട് കൊടുക്കണം. എന്നിട്ടായിട്ട് പിന്നെ ബട്ടട്ട ഇട്ടിട്ട് കൊടുത്ത് ആ ബട്ടട്ടക്കും കുറച്ച് ഉപ്പിട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം മിക്സ് ആയിട്ടാകുമ്പോൾ ഇല്ലേ നമുക്ക് ഉപ്പ് നല്ല കറക്റ്റായിട്ട് വരും. എല്ലാത്തിലേക്കും കുറച്ച് ഇട്ടിട്ടാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നു ഉപ്പ്. പിന്നെ നമുക്ക് ടെൻഷൻ ആവേണ്ടിയില്ല. ഫസ്റ്റ് പിന്നെ ലാസ്റ്റ് ഫുള്ളിലേക്ക് ഉപ്പിട്ടിട്ട് കൊടുത്തിട്ടാകുമ്പോൾ ഇല്ലേ നമുക്ക് തേഞ്ഞിനായില്ലേ ഇതെല്ലാം കൺഫ്യൂഷനാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇട്ടത് ഇതെന്ന് തോന്നുന്നു, ബട്ടട്ട ലാസ്റ്റ് ഇട്ടിന്. ഫസ്റ്റ് എന്തോ ഒന്ന് ഇട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എല്ലാ പച്ചക്കറിയും ഞാൻ ഇട്ടിന്. ബീൻസ്, ക്യാരറ്റ്, ഞാൻ എടുത്ത പച്ചക്കറി എന്തെല്ലാം അറിയോ, ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ആ മുളില്ല കാച്ചുന്ന അത്, പട്ടാണി, പൊട്ടറ്റോ, ക്യാബേജ്, പിന്നെ ഇതെല്ലാം മല്ലിച്ചപ്പ് ഇതെല്ലാം എല്ലാം ഇട്ടിട്ടായിട്ട് ഉപ്പും അങ്ങനെ കുറച്ച് ഇട്ടിട്ട് കറക്റ്റാക്കി കൊടുത്ത്, ലാസ്റ്റ് ഞാൻ എന്താക്കി അറിയാം കുരുമുളകിൻ്റെ പൊടിയും, ഞാൻ കുരുമുളകിൻ്റെ പൊടി മാത്രം ഇടുന്ന, മുളകിൻ്റെ പൊടി ഇടുന്നില്ല, കുരുമുളകിൻ്റെ പൊടിയും പിന്നെ ബിരിയാണി മസാലയും ഗരം മസാലയും ഇതെല്ലാം ഇട്ടിട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഇതിൽക്ക് ഉപ്പും മസാലയും ഇതൊന്നും മിക്സ് ആവേല. നല്ല പോലെ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ട് കുറച്ച് നേരം മൂടിയിട്ട് വെക്കണം. ഇതെല്ലാം ചെറിയ കഷ്ണമായത് കൊണ്ടില്ലേ ബീയെ നമുക്ക് ബന്ധിട്ട് കിട്ടുന്നത്. ഇത് ഇപ്പം നല്ല മണവും ഇതെല്ലാം വരുന്നത് നല്ല കറക്റ്റായിട്ട് വന്നിന് ബന്ധിട്ട് എല്ലാം മസാല എല്ലാം പൊടിച്ചിട്ട് കറക്റ്റായിന്. ഇപ്പം നമുക്ക് നോമ്പിൻ്റെ നാളിൽ ഇത് ഉപ്പ് ഇതെല്ലാം തേഞ്ഞിനാന്ന് അറിയാലോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ ചുട്ടിട്ടെല്ലാം അതിന് ഇത് നല്ല കറക്റ്റായിട്ടുണ്ടായി. ഉപ്പും മസാലയും എല്ലാം കറക്റ്റായിട്ട് വന്നിന്. കുറച്ച് നേരം മൂടിയിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചിട്ടെടുത്തെങ്കിൽ ഇത് കറക്റ്റായിട്ട് വന്നിന്. വേവും ഉപ്പും മസാലയും എല്ലാം പൊടിച്ചിട്ട് എല്ലാം കറക്റ്റായിന്. ചെറുതായിട്ടില്ലേ അങ്ങനത്തെ മെഷീൻ ഉണ്ടെങ്കിലേ അതിൽ അരിഞ്ഞിട്ടെടുത്തെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഇത് ഞാനിപ്പോൾ ഒരാഴ്ച വെക്കുന്നത് ഇങ്ങനത്തെ ബോക്സിൽ ഇട്ടിട്ട് വെക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഇട്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ കുറേ പച്ചക്കറി എല്ലാം മിക്സ് ആക്കിയിട്ട് ഇട്ടിട്ട് എടുത്തിനാ. നമുക്കിത് സമൂസക്ക് മാത്രമല്ല അപ്പത്തിനും തിന്നാം, നല്ല ടേസ്റ്റ് ഉണ്ടായി. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലേ പച്ചക്കറി എല്ലാം മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ മസാല കുരുമുളകിൻ്റെ പൊടിയിൽ വെക്കണം. നല്ലതാണത്. കുരുമുളകിൻ്റെ പൊടിയും ഇങ്ങനെ എല്ലാം ഇട്ടിട്ട് മസാല ആക്കിയിട്ട് അപ്പത്തിന് നമുക്ക് ഇതിനെ എടുക്കാം. ഇപ്പോൾ ഞാനിത് സമൂസക്ക് മാത്രം എടുത്തിട്ടുള്ളത്. ഒരാഴ്ചക്ക് ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് വെച്ചെങ്കിലേ നമുക്കൊരു ടെൻഷനും ഇല്ല. ഒരാഴ്ചക്ക് എല്ലാ പണി ലാഭം നമുക്ക്. അല്ലെങ്കിൽ അന്നന്നാക്കണ്ടേ. ഇതിലേക്ക് വേണ്ടിയവർക്കില്ല ബീഫ് ഇടുക, ചിക്കൻ ഇടുക, മുട്ട ഇടുക, എന്ത് വേണം കൂട്ടിയിട്ട് കൊടുക്കുക.
ഇപ്പം ഞാൻ എന്തും ഇടുന്നില്ല, ഞാൻ പച്ചക്കറിയിൽ തന്നെ ഉണ്ടാക്കുന്ന. നമുക്ക് ചിക്കൻ്റെ ബീഫിൻ്റെ ഇതൊന്നും ആവശ്യമില്ല, ഈ പച്ചക്കറിയിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് സമൂസ. ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയത് പച്ചക്കറിയിൽ തന്നെ. അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കി നിങ്ങൾ കണ്ടില്ലേ. നിങ്ങളെല്ലാം ഇങ്ങനെ മസാല എല്ലാം ഉണ്ടാക്കിയിട്ട് വെക്കലുണ്ടാ, പിന്നെ അന്നന്ന് തന്നെ ഉണ്ടാക്കുന്ന എല്ലാം കമൻ്റ് ആക്കണോ വാ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് തന്നെ കണ്ടേ. ഇനി ഞങ്ങളത്തെ ഉള്ള വീഡിയോ എല്ലാം വേണോ എല്ലാം കമൻ്റ് ആക്കുക വാ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്, അസ്സലാമു അലൈക്കും.